ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മുരടിച്ച് നിൽക്കുക പോലെ ഉണ്ടാവും, വളരാതെ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നല്ലൊരു വളർച്ച വരുത്താൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ഗാർഡനിങ് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ചെടികളെല്ലാം ഇങ്ങനെ നമ്മൾ നട്ടുള്ള കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഇതിനിങ്ങനെ വളർച്ച ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ചെടി നന്നായിട്ട് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ചെറിയ ടിപ്പ് തന്നെ. അതിന് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, മുട്ട കഴിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മുട്ടത്തോട് ഇങ്ങനെ നമ്മൾ എടുത്ത് മാറ്റി. നമ്മൾ കുറേ മുട്ടത്തോട് ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ. അപ്പോൾ അത്രയും മുട്ടത്തോട് ഞാനിങ്ങനെ ഓരോ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ മുട്ടത്തോട് ഞാൻ കഴുകിയിട്ട് മാറ്റി വെക്കും. ഇനി നമുക്ക് വേണ്ടത് കടുകാട്ടോ. കടുക് കുറച്ച് ചൂട് കിട്ടുന്ന ഐറ്റംസ് ആണ്, അപ്പോൾ അത് അധികം ചേർക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, കറികൾക്കെല്ലാം ഇടുന്ന കടുക് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ കടുക് ഒരു 2-3 സ്പൂൺ, അതായത് നിങ്ങൾ എത്ര മുട്ടയുടെ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കടുക്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുട്ടത്തോടാണ് എടുത്തത്, അപ്പോൾ അതിനുള്ള കടുക് എന്ന് പറഞ്ഞാൽ 2-3 സ്പൂണ് കടുക് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് വീട്ടിലെല്ലാം കാണുന്ന ഇതാണ് കേട്ടോ, ഉലുവ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ, ഉലുവ. ആ ഉലുവയുടെ ഒരു 5-6 സ്പൂണ്, അത് കടുകിൻ്റെ നേരെ അതായത് കൂടുതൽ, അതായത് 2-3 സ്പൂണ് കടുകാണ് എടുത്തതെങ്കിൽ അതിനിരട്ടി ഉലുവ കൂടെ ഇതിലോട്ട് എടുക്കണം. അത്രയും ഉലുവ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഇതിങ്ങനെ പൊടിച്ചു വെച്ചിരുന്നു. അന്ന് ഏകദേശം ഒരു 10 മുട്ട ഉണ്ടായിരുന്നു, മുട്ടയുടെ തോട് കേട്ടോ, മുട്ടയുടെ തോടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കടുകും ഉലുവയും ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ചെടികൾ വളരും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, മസ്റ്റായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം നമുക്കിത് ചെടികൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ, അതായത് ഒരു ടീസ്പൂണിൻ്റെ വലിപ്പമുള്ള സ്പൂണിൻ്റെ ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇത് ചെടികളെ മിരട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഒരു ടീസ്പൂൺ വലിപ്പത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് വലിയ ചെടി ആയതുകൊണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ. അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ ചെടികൾ വളർന്നു വരുന്നേ ഉള്ളൂ നമ്മുടെ ഇതിൽ. അപ്പോൾ അതിന് ഒരു ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ പകുതി എന്ന തോതിൽ ഈ ഒരു അളവിൽ എടുത്തിട്ട് ചെടികളെ 4 സൈഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്ര ഇടേണ്ട ആവശ്യമുള്ളൂ. അതിങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് കുതിരുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതിൻ്റെ ഫലം കൂടെ ഇതിന് കിട്ടും. അങ്ങനെ നിങ്ങൾ വീട്ടിലെ എല്ലാ ചെടികൾ ഏകദേശം ഒന്ന് ചെയ്തു നോക്കൂ. ഒരു 1 വീക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് തന്നെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ. ബൈ.